ഇന്ന് സ്പെഷ്യൽ ഒരു ആലു പറാത്തയാണ്. അപ്പോൾ എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. കുക്കർ അടുപ്പത്ത് വെച്ചൊരു 4-5 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് കേട്ടോ 5 എടുത്തത്. ഒരു മീഡിയം സൈസിലുള്ളൊക്കെ ആണെങ്കിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് മതിയാവും. ഇത് അടച്ചിട്ട് ഒരു 3-4 വിസിലൊന്ന് വേവിക്കാം. ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇളം ചൂട് മതി കേട്ടോ. ഞാനൊരു 2.5 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം. ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഞാൻ സാധാരണ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഉപ്പ് മാത്രം ഇട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യോ എണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇളം ചൂട് മതി. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ മാവെല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സായി ഒന്ന് ചേർന്ന് വന്നു കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് ഇതുപോലെ എത്രത്തോളം നന്നായിട്ട് മാവ് കുഴയ്ക്കുന്നോ ചപ്പാത്തി അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ആലു പറാത്തയ്ക്ക് മാത്രമല്ല സാധാ ചപ്പാത്തി ഉണ്ടാക്കാനായാലും ഇതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും ഒരു തുള്ളി പോലും എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതിന് ഫില്ലിങ്ങിനുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനൊരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പം അത് ഈ മാവിനകത്ത് വെച്ചിട്ട് പരത്തുന്ന സമയത്ത് ഈ സവാളയൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാവ് പെട്ടെന്ന് ഗോതമ്പ് മാവിൽ സോഫ്റ്റായിട്ട് പൊട്ടി ഈ ഫില്ലിങ് പുറത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല കുഞ്ഞായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോപ്പറിലിടാം. അതും അല്ലെങ്കിൽ കൈവച്ച് നല്ല കുനുകുന നമ്മൾ ഈ തോരനൊക്കെ അരിയുന്നേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കട്ടിംഗ് ബോർഡിലൊന്നും വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത്രയും കുഞ്ഞായിരിക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങാൻ വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ആലു പറാത്ത ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഉരുളക്കിഴങ്ങായാലും നല്ലപോലെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കല്ലിച്ച് കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഈ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിയുമ്പം അത് നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടി പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടറ്റോ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഉടച്ചെടുക്കുക. എത്രയും നന്നായിട്ട് ഉടയ്ക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ ചില ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നല്ലോണം വേവിച്ചാലും ചെറിയ കഷ്ണങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കല്ലിച്ച് കിടക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും ഇടുകയാണ്. അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട. കുറച്ച് മല്ലിയിലയും, ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടി. ആലു പറാത്തയിൽ മല്ലിയില മസ്റ്റാണ് കേട്ടോ, എന്തായാലും ചേർക്കണം. കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക, ഒരു ടീസ്പൂൺ. ഇതിന് പകരം ഈ ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്നൊക്കെ പറയുമല്ലോ, ചിലർ കുറച്ച് ചാട്ട് മസാലയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമാണ് നമ്മൾ കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം ജീരകപ്പൊടിയും കൂടി ഇടാവേ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. മാവ് 5 മിനിറ്റ് മുന്നേ കുഴച്ച് വെച്ചതാണ്. അത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മാവ് കറക്റ്റ് പാകത്തിന് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്ന പരുവത്തിനാവുന്നത് കേട്ടോ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി വെക്കാം. ഒരുപാട് ചെറുതാക്കണ്ട. ആലു പറാത്ത കുറച്ചൊന്ന് കട്ടി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു മീഡിയം സൈസിലുള്ള വലിപ്പത്തിലുള്ള ബോളുകളാക്കി വെച്ചാൽ മതി. ഇനി ആ ഫില്ലിങ്ങും അതുപോലെ തന്നെ ഉരുളകളാക്കി വെക്കുകയാണ്. ഏകദേശം ആ മറ്റേ മാവിൻ്റെ ഉരുളയുണ്ടല്ലോ അതിൻ്റെ അതേ വലിപ്പത്തിനുള്ള ഫില്ലിംഗ് ആയിരിക്കണം. എന്നാലേ കറക്റ്റായിട്ട് നമ്മൾ പരത്തി വരുമ്പോഴേക്കും എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ മസാല ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ മസാല കുറഞ്ഞു പോകും. അപ്പോൾ എല്ലാം ഉരുട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ മാവെടുത്ത് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ഒരു ചെറിയ പൂരിയുടെ വലുപ്പത്തിന് പരത്തണം. ആദ്യം ഒരുപാട് വട്ടം വേണ്ട. എന്നിട്ട് ഒരു ഉരുള ഫില്ലിംഗ് എടുത്ത് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടിയെടുക്കാം. നല്ല പോലെ അങ്ങ് മൂടാനായിട്ട് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് പുറത്തോട്ട് വരും. അപ്പോൾ ഇതതുപോലെ എക്സ്ട്രാ നമ്മളിങ്ങനെ മൂടി കഴിയുമ്പോഴേക്കും മുകളിൽ ഇങ്ങനെ കൂടുതൽ മാവ് നിൽക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങ് മാറ്റണം. ഒത്തിരി ഉണ്ടെങ്കിൽ മതി.
ഇത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലൊരു റൗണ്ട് ആക്കിയതിന് ശേഷം വിരലുകൾ വെച്ച് ഇതിൻ്റെ മസാല നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഞാൻ ഈ ചെയ്യുന്ന പോലെ പതുക്കെ വേണം ചെയ്യാൻ കേട്ടോ, പൊട്ടി പോവാതെ വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നടുക്കല്ലേ മസാല വെച്ചത്, അതൊന്ന് സ്പ്രെഡായി എല്ലാ സ്ഥലത്തും അതിൻ്റെ അറ്റത്തോട്ടും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും മാവിൽ മുക്കി പരത്തിയെടുക്കുമ്പം എളുപ്പമാണ്. ഓക്കെ, എല്ലാ സ്ഥലത്തും ആ മസാല ഒരുപോലെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ പിന്നെ ചപ്പാത്തി കോല് വെച്ച് പരത്താനും എളുപ്പമായിരിക്കും. പിന്നെ ആലു പറാത്തയ്ക്ക് ഒരുപാട് കനം കുറയേണ്ട, കുറച്ചൊന്ന് കട്ടിക്ക് തന്നെ ദേ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒട്ടും മസാലയൊന്നും പുറത്ത് വരാതെ തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു കനത്തിലാണ്. ഇനി ഇത് ചുട്ടെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടായ പാനിലോട്ട് ഈ പറാത്ത ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. ഓരോന്നും പരത്തി ഉടനെ തന്നെ ചുട്ടെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ല നമ്മൾ ചപ്പാത്തി ഒന്നും ചെയ്യുന്ന പോലെ മസാലയും കൂടെ ഉള്ളതായതുകൊണ്ട് നേരത്തെ തന്നെ പരത്തി വെക്കരുത്. അപ്പം മാവിൻ്റെ ഉള്ളിൽ മസാല വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. വിരലുകൾ വെച്ച് പതുക്കെ ഇങ്ങനെ മസാല എല്ലാ സ്ഥലത്തും ഒന്ന് ആവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിന് ചെയ്യും കേട്ടോ. നല്ല റൗണ്ടായിട്ട് പെട്ടെന്ന് സ്പീഡിന് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവിൽ ഗോതമ്പ് മാവിലൊന്നും കൂടി മുക്കി പരത്തിയെടുത്താൽ മതി. പറാത്ത ഇതുപോലെ രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആലു പറാത്തയിൽ എപ്പോഴും കുറച്ച് അധികം നെയ്യോ ബട്ടറോ ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി ഒഴിച്ചിട്ടില്ല, എന്നാലും കുറച്ച് ഉണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർത്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി ആലു പറാത്ത റെഡി. ഏകദേശം ഒരു 10 പറാത്ത നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ പറ്റും. ആലു പറാത്ത കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തൈരോ അച്ചാറോ ഒക്കെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞാനിന്ന് കുറച്ച് ചള്ളാസും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ സവോളയും കുറച്ച് മല്ലിയിലയും അല്പം വിനീഗറും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കുമ്പം അതും ഈ പറാത്തയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. നല്ല അടിപൊളി ആലു പറാത്ത, ചള്ളാസ്, കുറച്ച് തൈര്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ആയാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.